കണ്ടിട്ട് ഇത് കണ്ടിട്ടോ എക്സ്റ്റൻഷൻ എന്താകും അവലെ മറ്റേ മാതിരി ആകും. ചാർജ് കുത്തിച്ചാണ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു അൺബോക്സിങ് ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ കാണിച്ചില്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ 2 സാധനങ്ങൾ വന്നിട്ടുണ്ടേനെ. അപ്പോൾ അത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇത് വന്നത് എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തി ഡ്രസ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കൂടെ എന്താണെന്ന് അറിയാൻ വേണ്ടി കൊണ്ട് ഓടി വന്നതേനി കേട്ടോ. അപ്പോൾ ഞാൻ ഓളാ ഇവിടുന്ന് പറഞ്ഞയച്ചിക്കണേ. അപ്പോൾ ഇത് ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ കുറേ ആയി മറ്റേ എക്സ്റ്റൻഷന് കിടന്നിട്ട്. ഇപ്പോൾ താൽക്കാലികമായി 25 റുപ്യേൻ്റെ എക്സ്റ്റൻഷൻ അങ്ങനെ പോവേനല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ എക്സ്റ്റൻഷൻ തന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി 1-2 മാസം കൊണ്ട് തന്നെ കേടായതുകൊണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ 2-3 കടയിൽ കുഞ്ഞുട്ടി ഇടയ്ക്കര പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും എക്സ്റ്റൻഷൻ ഇല്ല. കാരണം എക്സ്റ്റൻഷൻ പോലെ കൊണ്ടുവന്ന് വെക്കണില്ല എന്ന് പറഞ്ഞു. കാരണം ഇതേപോലെ വന്നത് ഇതിനൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റൂല. കാരണം കംപ്ലൈൻറ്റ് വന്നിട്ട് അങ്ങനെയായിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കൽ നിർത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 കടയിൽ ചോദിച്ചിട്ടും നിരാശയായപ്പോൾ പിന്നെ കുഞ്ഞുട്ടി പറഞ്ഞു ഈ എന്തായാലും ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഏതായാലും ഞാൻ ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്തേക്കാണ് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഏതായാലും കുഞ്ഞുട്ടി പണിക്ക് പോയിക്കണം. അപ്പോൾ പണി കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് ഞങ്ങൾക്കത് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കി വെള്ളം അവിടെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. ഇത് പിന്നെ ഇപ്പോൾ എത്ര കാലം നിൽക്കും എന്നൊന്നും അറിയില്ല. എക്സ്റ്റൻഷൻ ഇല്ലാതെ നമ്മളെ ഈ പൈപ്പിനായിട്ട് നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. ഈ എക്സ്റ്റൻഷനും ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ ആളുകൾ യൂസ് ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പം നമ്മൾക്ക് ആകുമ്പോൾ എത്രത്തോളം നിൽക്കും എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും എല്ലാതൊന്നും ആ ഒരു പ്രോഡക്റ്റിൽ നല്ലതായിക്കൊള്ളുന്നില്ലല്ലോ. ചിലർക്ക് നല്ല കിട്ടും, ചിലർക്ക് ചീഞ്ഞത് കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം നമുക്ക് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ അത് അതേപോലെ തന്നെ തിരിച്ച് എടുത്ത് വെച്ചു കേട്ടോ. അപ്പം ഇവിടെ ഉണ്ടല്ലോ ഇതേപോലെ നമ്മൾ പൈപ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ആകെ വെള്ളമാവും കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ എക്സ്റ്റൻഷൻ വാങ്ങാനുള്ള പ്രധാന കാരണം. പിന്നെ നമ്മൾ ജനലിൻ്റെ അവിടെ സ്ഥലമില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ആദ്യം നമ്മൾ ഈ ഒരു സ്പേസ് ഈ പാത്രം കേക്ക് വെക്കണ ചണ്ണി ഇതൊക്കെ വെച്ചാൽ ആ സ്പേസിൽ നമ്മൾ പൈപ്പ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് നീട്ടി വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ പൈപ്പ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനും. പക്ഷെ അന്ന് അത്രക്ക് ഇങ്ങോട്ട് എന്താ പറയുക ബുദ്ധി ഉണ്ടായില്ല എന്ന് പറയുക. കാരണം നമുക്ക് ഇതുവരെ യൂസ് ചെയ്ത് ഉപയോഗിച്ച് ഒരു ഇതില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ. ഇനിയും ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ ടൈലിൻ്റെ അവിടെ ഓട്ടൊക്കെ തുളച്ച് ഇനിയിപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം എന്തായാലും ഇല്ലീമ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അത് ഞാനൊരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചതേന് കേട്ടോ. ഈ 2 സെറ്റാണ്. ഇതിന് 200 എത്രയോ അതിന് കേട്ടോ വില. 500 ml ബോട്ടിലാണ് കേട്ടോ ഓരോന്നും വരുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ചെടികൾക്കൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനേ. പിന്നെ ഒന്നിൽ നമുക്ക് ലിക്വിഡൊക്കെ ഇട്ടുകാണ്ട് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ 2 സെറ്റുള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വന്ന സമയത്തേ ഒരു ബോട്ടിലിൻ്റെ ഇത് നിങ്ങണ തന്നെയല്ലേ ഇനി കേട്ടോ. ഒന്ന് മാത്രം ഈ ഒരു പച്ചൻ്റെത് മാത്രമുള്ളൂ ഇതിനിട്ട് നിങ്ങണത്. മറ്റേ പിങ്ക് നിങ്ങണ തന്നെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതിലതൊന്ന് വെള്ളം നിറച്ച് നോക്കിയിട്ട് പിന്നെ ചെടികൾ ആളോര് നനക്കലായിട്ടോ. ഒരു ചെടി ഒരാളാണെങ്കിൽ ഒരു ചെടി വേറൊരാളെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ ഒന്ന് നനച്ച് നോക്കായിട്ട് ഭയങ്കര ഒരു ഇടങ്ങേറായിന് കേട്ടോ. അങ്ങനെ എല്ലാവരും അതൊക്കെ ഒന്ന് നനച്ച് നോക്കി.
അപ്പം ഇനി എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഞാൻ വെള്ളം നിറച്ച് നനച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ? ആണെങ്കിൽ ഒന്ന് കേടന്നപ്പോൾ ഒരു ഇടങ്ങേറും ഒക്കെ ഉണ്ടായിനി കേട്ടോ. പക്ഷെ എന്തായാലും ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കേനു. അപ്പോൾ പിന്നെ അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടേനി കേട്ടോ. ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട്? ഏത് ഇത് കണ്ടിട്ടോ? എക്സ്റ്റൻഷന് പറഞ്ഞു. എന്താകും ആവല്ലേ മറ്റീനെ മാതിരി ആകും. അപ്പം ഞങ്ങളെ വർത്താനം കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ, ഞമ്മക്ക് ആ ഒരു എക്സ്റ്റൻഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല എന്നുള്ള കാര്യം. മുമ്പ് ഞാൻ ആ എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. പക്ഷേ ആ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ട് എന്താ പറയുക, ഞാൻ ലിങ്ക് കൊടുത്തിട്ട് ഇങ്ങനെ കുറേ ആളുകൾ ലിങ്ക് ചോദിച്ച് വാങ്ങലും ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓൾറെഡി ഇതിൽ കൊടുക്കലും ഉണ്ട്. അപ്പം അങ്ങനെ കൊടുത്തിട്ടേ കുറേ ആളുകൾ ചിലരൊക്കെ വാങ്ങി റിട്ടേൺ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പൈപ്പ് കേടന്നപ്പോൾ പിന്നെ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടേനി, ഇനിയിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാൻ പറ്റുമെങ്കിൽ റിട്ടേൺ കൊടുത്തല്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. എനിക്ക് ഭയങ്കര ഇറങ്ങാറായി. ഞാനോ പെട്ട്, പിന്നെ എൻ്റെ കണ്ട് വാങ്ങിച്ചാലും പെട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറങ്ങാറായി കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ തൽക്കാലികം തരൂല കേട്ടോ. അങ്ങനെ എക്സ്റ്റൻഷനൊക്കെ വെച്ച് ഹാപ്പി ആയിട്ടോ. ആ ഹാപ്പിനെസ് എത്ര ദിവസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുടിയിൽ നിന്ന് പോയപ്പോഴേ ഒരു കപ്പ് ഉണ്ടായിനി കേട്ടോ. കയ്യും കാലൊക്കെ പൊട്ടിയൊരു കപ്പ് അവിടെ ഉണ്ടായിനി കേട്ടോ. ഇത് വെറുതെ അവിടെ ഒരു മൂലൊക്കെ കിടക്കീനി. അപ്പം ഞാൻ കിച്ചണിൽ ചെടിയൊക്കെ വെക്കാലോ, നമുക്ക് ഓൾറെഡി ഒരു വൈറ്റ് പോട്ട് കിച്ചണിലുണ്ടല്ലോ, അതിനൊരു തുണക്കാളായിക്കോട്ടെ ഇവിടെ ഇങ്ങനെ വെക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പം അങ്ങനെ അതിൽ മണ്ണൊക്കെ നിറച്ച് ഞാൻ മണി പ്ലാന്റ് ആണ് കേട്ടോ വെച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ അതൊരു പൊട്ടിയ കപ്പാണ് എന്നൊന്നും മനസ്സിലാവില്ല, ഒരു പോട്ട് പോലെ തന്നെ ഉണ്ടല്ലേ. നമ്മൾ എടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് അതൊരു പൊട്ടിയ കപ്പാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം എനിക്കെന്തായാലും ഇഷ്ടമായി. മണി പ്ലാന്റ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ചെടി വെക്കണോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇനി മാറ്റാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്ന് കേട്ടോ. പിന്നെ ഇത് എങ്ങനെ ശരിയായതെന്ന് വെച്ചാൽ ഈ പിങ്ക് അത് പിന്നെ സെനു അല്ല അജു അത് അയച്ച് നോക്കുന്നുണ്ടേനി. ഓൻ അത് അയച്ച് എന്തൊക്കെയാണ് കാട്ടിക്കണ്ട് ഇതമ്മ അത് ശരിയാക്കിയത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ശരിയാക്കി തന്നിട്ടുണ്ടേനി കേട്ടോ. അത് അങ്ങനെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചെടി പരിപാടിയും ഒക്കെ ഒന്ന് നടത്തിക്കാണ്ട് പിന്നെ ഇനി മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ നമ്മൾ 2 ദിവസം മുന്നേ കോളിഫ്ലവർ ഞാൻ കുറച്ചൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേനോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് മസാലയൊക്കെ പറ്റി വെച്ചിരിക്കണം കേട്ടോ. അതൊന്ന് പൊരിച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഒരുപാട് ദിവസം അത് ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ. എൻ്റെ അടുത്ത് നമുക്ക് വീട്ടിലേക്ക് പോയാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ശനി ഞായറൊക്കെ ബിസി ആയതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് അതൊക്കെ ഒന്നെടുത്ത് ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ വന്നപ്പോൾ കുറച്ച് റംബുട്ടാനും കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുഞ്ഞുട്ടിയും സേനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ റംബുട്ടാൻ കാണുമ്പോഴുണ്ടല്ലോ സെലീനാത്താൻ ഓർമ്മ വരും. ഇങ്ങക്കാർക്കെല്ലാം ഓർമ്മ വരുമോ? റംബുട്ടാൻ്റെ തയ്യൊക്കെ കുഴിച്ചിട്ട് വൈറലായ സെലീനാത്തല്ലേ, എനിക്ക് ആളെയാണ് കേട്ടോ ഓർമ്മ വരിക. ഈ റംബുട്ടാൻ എന്നുള്ള പേര് കേട്ടാലും കണ്ടാലും എനിക്ക് വേഗം ആളെ മുഖമാണ് കേട്ടോ മനസ്സിലെത്തുക. അപ്പം എൻ്റെ പോലെ ആർക്കെങ്കിലുമൊക്കെ തോന്നലുണ്ടോ? അപ്പം ഇന്നലെ കുഞ്ഞുട്ടി മീൻ പിടിക്കാൻ പോയപ്പോൾ അതാ ഒന്ന് കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പം മിക്കവാറും ദിവസങ്ങൾ 1 അരയൊക്കെ ആയിട്ടാണ് കിട്ടല് കേട്ടോ. എന്നാലും നമ്മളെ ആവശ്യങ്ങൾ നടക്കുമല്ലോ. അപ്പം ഇന്ന് ഈ ഇത്ര പോകുന്നൊരു മീനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് തൽക്കാലികം വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ബാക്കി പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നാക്കി എടുക്കണം. അങ്ങനെ തിരക്കിട്ട് ഓരോ പണികളുടെ ഇടയിലാണ് നമ്മളെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഇടയിൽ കൂടെ നിൽക്കുക ഒന്ന് നിറച്ച് വെച്ചു കേട്ടോ. ഈ മക്കളെ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒലിക്കിലെ വെള്ളമൊക്കെയാണ് ഞാനിപ്പോൾ ചൂടാറാനായി ഇടിച്ചെമ്പിൽ മാറ്റി വെച്ചേക്കണത് കേട്ടോ. അതിൻ്റെ ഇടയിലൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം വെച്ചിട്ട് അതിൽ കറക്കി വെച്ചിരിക്കണം കേട്ടോ, പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുപ്പിയൊക്കെ കഴുകി എടുത്ത് കണ്ട് വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഒരിക്കലും കൂട്ടാനും കൂടി ഒന്ന് ഈ പാത്രത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഫ്രൈ ചെയ്തെടുത്തതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ അത് വേഗം ഒന്ന് പാത്രത്തിലാക്കിയിട്ട് അതും ഓലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ നീയക്കുട്ടിയും മജ്ജൊക്കെ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടേനു. ഇന്നലെ പിന്നെ പോയി വരുന്ന വഴിക്കന്നേ പിന്നെ ഞങ്ങൾ നീയക്കുട്ടിക്ക്
ഇടാനുള്ള മുടിമരുന്ന് ബണ്ണുകളും പിന്നെ സ്ലൈഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറേ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കലില്ലേ ഇനി കേട്ടോ. അപ്പം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒപ്പിച്ച് പോവലേനെ. അപ്പം ഇന്നലെ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് പോക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആ സന്തോഷം കുറേ അധികം ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എത്ര സെറ്റ് വാങ്ങിച്ചാലും ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്കൂൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൊണ്ടുവരില്ല, അര കൊണ്ടുവരില്ല, അങ്ങനെ ചിലപ്പോൾ വെച്ചത് എവിടെയെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് പോയിട്ടോ. അപ്പം ഇന്ന് കുഞ്ഞാത്താനെയും കൊണ്ടേ ആക്കണത് ജനുമോനും ഉപ്പച്ചിയാണ് കേട്ടോ. ബാഗൊന്നും വേണ്ട കുട്ടിക്ക്. നല്ല സഹാർ അതാ നിങ്ങള് ബസ്സില് പോയില്ല, ബാഗൊന്നും ഉണ്ടായിട്ടും കയറ്റിയില്ല. ബാഗൊക്കെ തിരിച്ചാട്ടിക്കണേ. കൊയങ്ങിയോ കുഞ്ഞ്? ഷൂ കൂരിടാൻ അത് കയറിക്കാ ഷൂ കൂരിട്ടിഞ്ഞ് വാ. അങ്ങനെ ഒരു ബസ്സായിട്ടാകും പോകലും ബസ് വരലും ഒപ്പേനിട്ടോ. പിന്നെ പോയി വേഗം ആക്കിയിട്ട് അപ്പം തന്നെ വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ബാഗൊക്കെ അപ്പോൾ ഒരു കൗതുകത്തിന് ഇനി കുട്ടിയൊക്കെ ഇട്ടെടുത്താണ് അങ്ങനെ പോയതേനി കേട്ടോ. അപ്പം ഇനി പാത്രങ്ങൾ കുറേ അധികം കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ, കുറേ ദിവസമായി ഞാൻ സബീനപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കേക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊന്ന് സബീനപ്പൊടിയൊക്കെ ഇട്ട് ഞാനൊന്ന് കമ്പിച്ചണ്ടി ഒന്നും വെച്ചുറക്കൂല. നമ്മൾ സാധാ എന്താണോ പാത്രം കേൾക്കണ ചണ്ടി അത് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ചും ഒന്ന് കളറൊക്കെ ഒന്ന് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര തിളങ്ങണ സ്റ്റീലല്ല കേട്ടോ. ഇത് ചെറിയൊരു മാറ്റ് ഫിനിഷ് പോലത്തെ ഇതാണ് നമ്മൾ സിങ്ക് വരുന്നത്. നല്ലൊരു എന്താ പറയുക, ആ ഒരു എണ്ണമയൊക്കെ ഒന്ന് പോയിട്ട് ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് കുറച്ച് സബീനപ്പൊടിയും പിന്നെ നമ്മൾ ഡിഷ് വാഷിൻ്റെ ലിക്വിഡില്ലേ അതും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ഉരച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കേകിയെടുക്കാനും ഒക്കെ തന്നെ സൂപ്പറാണ് കേട്ടോ. ഇത് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഭാഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നീണ്ടു വരുന്നത്, പക്ഷെ അങ്ങനെ നീണ്ടു വരില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് ഒഴിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നില്ല കേട്ടോ. കാരണം ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയി ലിങ്കൊക്കെ കൊടുത്ത് ഞാനും വാങ്ങിച്ചോലും എന്ന് പറഞ്ഞ അവസ്ഥയിൽ. അപ്പം ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. അപ്പം ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ തന്നെ ഒരു പരീക്ഷണാർത്ഥം വാങ്ങിച്ച് നോക്കിയതല്ലേ. അപ്പം ഞാനൊരു 1-2 മാസമൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഓക്കെ ആണോ നോക്കിയിട്ട് ഞാൻ തരാം കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ മാതിരി ഒരു പരീക്ഷണാർത്ഥം വാങ്ങിക്കണം എന്നുള്ളവർക്ക് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെ ലിങ്ക് അയച്ചും തരാം കേട്ടോ. അങ്ങനെ അപ്പം എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലിങ്കൊന്നും തന്ന് ബുദ്ധിമുട്ടിക്കാത്തത് കേട്ടോ. പിന്നെ നമ്മളെ അതൊന്ന് സബീനപ്പൊടി ഇട്ടൊന്ന് കഴുകിയപ്പോഴേ എനിക്കൊരു തോന്നൽ ഇനിയിപ്പോൾ ഈ ഗ്യാസും കൂടി ഒന്ന് സബീനപ്പൊടി ഒന്ന് ചിപ്പിലി കുന്തി എടുത്താലോ എന്നുള്ളത്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് സബീനപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് തേച്ച് വരച്ച് എടുത്തുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ നനച്ച് തുടച്ചെടുക്കാൻ കേട്ടോ. എനിക്ക് ഗ്യാസ് മിക്സിയും ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഉള്ളിലേക്ക് വെള്ളമാകുമോ, പിന്നെ അത് വർക്ക് ചെയ്യൂലേ എന്നൊക്കെയുള്ള ഭയങ്കര ബേജാറായിക്കാരം. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങോട്ട് എന്താ പറയുക ഒസ്വാസാക്കിയാണ്ട് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കലില്ല. പക്ഷെ എന്നാൽ അത്യാവശ്യം ക്ലീൻ ആകും വേണം. ആ ഒരു രീതിയിലുള്ള ആക്കലുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സബീനപ്പൊടി കിട്ടുന്ന തേച്ചരച്ചപ്പോൾ ഗ്യാസും കുട്ടൻ്റെ ഒന്നൊരു അടിപൊളിയായി ഗ്യാസിൻ്റെ അടുപ്പ്. അപ്പോൾ 10 വർഷമായ അടുപ്പാണെന്ന് ഇത് കണ്ടാൽ പറയുമോ? പക്ഷേ 10 വർഷം ആയിട്ടോ ഈ ഗ്യാസ് അടുപ്പ് നമ്മളെ കൂടെ കൂടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. നല്ലൊരു വീഡിയോ അയച്ചു തരാം കേട്ടോ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.